UDFിനെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് BJPയുടെ പലിശ ചോദിക്കരുതെന്ന് ഞാൻ എല്ലാവരും പറയുന്നില്ല. ഒരു വിഭാഗം ആളുകൾ കൃത്യമായ അജണ്ടയോടുകൂടി BJPയെ തെരഞ്ഞെടുപ്പ് സമയത്ത് കടന്നാക്രമിക്കും. ഈ കടന്നാക്രമണം ഇവിടെ നടത്തുകയും അപ്പുറത്ത് വോട്ട് ചെയ്യാൻ പറയുകയും ചെയ്യുന്നത് അതിലൊരു ലക്ഷ്യമുണ്ട്. പുതിയ BJP നേതൃത്വം അരമനകളിൽ ഒരുപാട് നിറഞ്ഞു നിന്നിട്ടും BJPക്ക് കാര്യമായ സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല. ആ അരമനകളിൽ നിറങ്ങിയതും അല്ലെങ്കിൽ ഈ കന്യാസ്ത്രീകളുടെ വിഷയം ഉണ്ടായ സമയത്ത് അവിടെ അറസ്റ്റ് ഉണ്ടായിരുന്ന സമയത്ത് അങ്ങോട്ടൊക്കെ ഓടിപ്പോയ അതിൻ്റെ അത്രയും ഒരു സീരിയസ്നെസ്സോടുകൂടി ഇവിടുത്തെ പല മറ്റു വിഷയങ്ങളിൽ ഇടപെട്ടിരുന്നെങ്കിൽ ഇതിലും ബെറ്റർ ആയിരുന്നതിനെ ഒക്കെ പറഞ്ഞിരുന്നു. ഞങ്ങൾ എല്ലാവരെ പോലെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി പണ്ട് പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഇതുപോലെ തന്നെ ഇവരെതിർത്തിരുന്നു. ഞങ്ങളൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ്. ഞങ്ങൾ അതിൻ്റെ ഭീഷണിയൊന്നും നിങ്ങളെ പെടുത്തുന്നില്ലല്ലോ. ഒരു ഭീഷണിയില്ല. ഞങ്ങളിവിടെ എങ്ങാനും തെരഞ്ഞെടുപ്പിൽ വരും, മത്സരിക്കും, 10 വോട്ട് ചോദിക്കും, കിട്ടുന്ന വോട്ട് ചെറുതായി വോട്ട് വർദ്ധിപ്പിച്ച് ഞങ്ങൾ വീണ്ടും തെരഞ്ഞെടുപ്പ് ഗോതയിൽ വന്ന് വീണ്ടും രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോവുക. എന്തിനാണ് ഞങ്ങളോട് നിങ്ങൾ ഈ വേഷമിട്ടിട്ട് രാഷ്ട്രീയം കളിക്കുന്നത്? നമസ്കാരം. BJP സംസ്ഥാന സെക്രട്ടറി ജിജി ജോസഫാണ് നമുക്കൊപ്പം ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. സഭയുമായി ബന്ധപ്പെട്ടുള്ള കഴിഞ്ഞ ദിവസത്തെ പരാമർശം വലിയ തരത്തിൽ സോഷ്യൽ മീഡിയയിലെല്ലാം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. താങ്കളെ അംഗീകരിക്കുന്നവരുമുണ്ട്, താങ്കൾക്ക് വിമർശനം ചെയ്യുന്നവരുമുണ്ട്. UDFിനെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് BJPയുടെ പലിശ ചോദിക്കരുതെന്ന് വലിയൊരു ധൈര്യം തന്നെയല്ലേ അങ്ങനെ പറയേണ്ടത്? എന്താണ് അതിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു ബേസ് എന്താണ് അങ്ങനെ പറയാനുള്ളത്? അല്ല, ബേസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സഭയോട് വിരോധം ഉള്ളതുകൊണ്ടോ ഞാൻ സഭയുമായി ബന്ധമില്ലാത്ത ആളാണ് എന്നുള്ള കാര്യത്തിലൊന്നുമല്ല. സഭ നമ്മുടെ സഭയാണ്. പക്ഷേ സഭയ്ക്കെതിരെയുള്ള വിമർശനമല്ല. നമ്മുടെ പല സ്ഥലങ്ങളിലും നമ്മൾ കഴിഞ്ഞ ന്യൂനപക്ഷ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് ഞാൻ ഈ അച്ഛന്മാരെ മുഴുവൻ കാണാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ കേരളം മുഴുവൻ ഞാൻ എല്ലാ അച്ഛന്മാരെയും കണ്ടിട്ടുണ്ട്. ഒരുവിധപ്പെട്ട ഫെറോന പള്ളികളിലൊക്കെ പോയി. അപ്പോൾ പൂഞ്ഞാർ കാഞ്ഞിരപ്പള്ളി മേഖലയിൽ ചെന്ന സമയത്ത് എന്നോട് അന്ന് ഇലക്ഷൻ്റെയൊക്കെ സമയമാണ്. ഇലക്ഷനിൽ പറഞ്ഞത് നിങ്ങൾ ഇന്ന ആളെ സ്ഥാനാർത്ഥിയാക്കാൻ പാടില്ല, കാര്യം ക്രൈസ്തവനാണെങ്കിലും ആളെ സ്ഥാനാർത്ഥിയാക്കാൻ പാടില്ല. ശരി, ആ പ്രാവശ്യം അദ്ദേഹം സ്ഥാനാർത്ഥിയല്ലായിരുന്നു. പിന്നീട് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കാഞ്ഞിരപ്പള്ളിയിൽ സ്ഥാനാർത്ഥിയായി. കഴിഞ്ഞ പ്രാവശ്യം സ്ഥാനാർത്ഥിയെങ്കിലും ജോർജ് കുര്യൻജി സഭയുമായിട്ടൊക്കെ നല്ല ബന്ധത്തിൽ തന്നെയാണ് മന്ത്രിയായതിനു ശേഷവും അതിനു മുമ്പും ഒക്കെ ഉള്ളത്. എല്ലാവരും കാണാൻ പോവുകയും അദ്ദേഹത്തെക്കുറിച്ചുള്ള വളരെ നല്ല അഭിപ്രായം പറയുന്നത് എല്ലാം കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയായിട്ടുള്ള ഈ സഭയുടെ മീറ്റിങ്ങിനൊക്കെ ഇടനിലക്കാരനായതൊക്കെ ജോർജ് കുര്യനാണ്. തീർച്ചയായിട്ടും പല കാര്യങ്ങൾക്കും ഇവർക്ക് ഫേവർ ചെയ്ത് കൊടുത്തിട്ടുമുണ്ട്. അതെ, ജോർജ് കുര്യൻ സാറിനെ പോലൊരു ഒരാൾ മത്സരിച്ചിട്ട് അവിടെ ആരോപിക്കപ്പെടുന്നതാണ്. പ്രത്യക്ഷത്തിൽ അവർ പറഞ്ഞു, ഒരു മേഖലയിൽ നിന്നൊരു കോള് ചെന്നു പല സ്ഥലങ്ങളിലും, ഇത്തവണ UDFിന് വോട്ട് ചെയ്യണം എന്ന് കോള് ചെന്നു. ഇത്തവണ UDFിന് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തെ ഞാൻ എതിർക്കുന്നൊന്നുമില്ല. അതൊക്കെ അവരുടെ ഇഷ്ടമാണല്ലോ. ആർക്ക് വോട്ട് ചെയ്യണോ വോട്ട് ചെയ്യണ്ട എന്നുള്ളതൊക്കെ അവരുടെ ഇഷ്ടമാണല്ലോ. പക്ഷേ ഏതെല്ലാം സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ BJPക്ക്, ഇപ്പോൾ മണിപ്പൂർ വിഷയമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ FCRയുടെ വിഷയമായിട്ടാണെങ്കിലും ഏതെല്ലാം സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമോ ഈ സമയത്തെല്ലാം ഒരു വിഭാഗം ആളുകൾ, ഞാൻ എല്ലാവരും പറയുന്നില്ല, ഒരു വിഭാഗം ആളുകൾ കൃത്യമായ അജണ്ടയോടുകൂടി BJPയെ തെരഞ്ഞെടുപ്പ് സമയത്ത് കടന്നാക്രമിക്കും. ഈ കടന്നാക്രമണം ഇവിടെ നടത്തുകയും അപ്പുറത്ത് വോട്ട് ചെയ്യാൻ പറയുകയും ചെയ്യുന്നത് അതിലൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം അവരുടെ ജീവിതത്തിൽ ഇതുവരെ അവർ ജനിച്ചപ്പോൾ മുതൽ അവർ വിശ്വസിച്ച് വന്ന, അവർ പിതാക്കന്മാർ മുതൽ വിശ്വസിച്ച് വന്ന പാർട്ടിയൊക്കെ ആയിരിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, അവർ ഞങ്ങളുടെ ആത്മീയ ആചാര്യന്മാരാണ്, ആത്മീയ ഗുരുക്കളാണ്. ഞങ്ങളുടെ എല്ലാവരും ചേർത്ത് പിടിക്കുകയും രാഷ്ട്രീയ ഭേദമന്യേ ഇടപെടുകയും ചെയ്യേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് പല വർഷം വരുമ്പോഴും പിന്നീട് BJP ചെയ്തു കൊടുക്കുന്നില്ല, BJP ചെയ്യുന്നില്ല, BJP ഞങ്ങളോട് മറ്റൊരു രീതിയിൽ പ്രതികരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴുള്ള ഒരു ചെറിയ പ്രതികരണം മാത്രമാണ്. ഞാനിത്
സഭയെ ഭീഷണിപ്പെടുത്തിയൊന്നുമില്ല. അങ്ങനെ ചിലരൊക്കെ എഴുതി സോഷ്യൽ മീഡിയയിൽ എഴുതുന്നുണ്ട്, സഭയെ ഭീഷണിപ്പെടുത്തി സഭയ്ക്ക് കണക്കിന് മറുപടി കൊടുത്ത്. മറുപടിയൊന്നുമല്ല, ഇതൊരു അപേക്ഷയാണ്. താങ്കളൊരു ക്രൈസ്തവനും കൂടിയാണ്. അതെ, ഇത് സഭയോട്, ഞാനൊരു ക്രൈസ്തവനാണ്, ഞാൻ സഭയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആളാണ്. എനിക്ക് കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് ന്യൂനപക്ഷ മോർച്ചയുടെ പ്രസിഡൻ്റായിരുന്ന സമയത്ത്, ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പ്രസിഡൻ്റായ സമയത്ത് ഈ സഭയുമായിട്ടെല്ലാം നല്ല ബന്ധത്തിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. സഭയോട് ഒരു വിയോജിപ്പും എനിക്കില്ല. പക്ഷേ രാഷ്ട്രീയപരമായ നിലപാടെടുക്കുമ്പോൾ ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയും തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലും ഞങ്ങളിതൊക്കെ പറയണ്ടേ? ഞങ്ങൾ കുറേ കാലമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു. സഭയ്ക്ക് എതിരായിട്ടുള്ള എന്ത് നിലപാടുകളാണ് കേരളത്തിലെടുത്തിട്ടുള്ളത്? പുറത്തുള്ള ചില നിലപാടുകളെക്കുറിച്ച് പറയും, ഇപ്പോൾ നോർത്തിലൊക്കെ ഉള്ള ചില കാര്യങ്ങളെക്കുറിച്ച് പറയും. അത്തരം കാര്യങ്ങൾ സോൾവ് ചെയ്ത് കൊടുക്കുന്നതിന് BJP മുൻകൈ എടുത്തിട്ടില്ലേ? എങ്കിലും തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങൾ UDFകാരാണ് എന്ന് തെളിയിക്കുന്ന രീതിയിൽ വരുമ്പോൾ എൻ്റെ ഒരു അപേക്ഷയാണ്, ഈ FD ഒരു സ്ഥലത്തിട്ടിട്ട് പലിശ ഞങ്ങളോട് ചോദിക്കരുതെന്ന് പറഞ്ഞത്. അത് വെല്ലുവിളിയൊന്നുമില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, അതായത് ആഫ്റ്റർ തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് ശേഷം സോഷ്യൽ മീഡിയയിലെ BJP അനുഭാവികൾ അല്ലെങ്കിൽ സംഘപരിവാർ അനുഭാവികൾ എന്നൊക്കെ പറയുന്ന ആളുകൾ നിരന്തരമായി എഴുതുന്ന ഒരു പോസ്റ്റുണ്ട്. പുതിയ BJP നേതൃത്വം അരമനകളിൽ ഒരുപാട് നിറങ്ങി, എന്നിട്ടും BJPക്ക് കാര്യമായ സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല. ആ അരമനകളിൽ നിറങ്ങിയതും അല്ലെങ്കിൽ ഈ കന്യാസ്ത്രീകളുടെ വിഷയം ഉണ്ടായ സമയത്ത്, അവിടെ അറസ്റ്റ് ഉണ്ടായിരുന്ന സമയത്ത് അങ്ങോട്ടൊക്കെ ഓടിപ്പോയ അതിൻ്റെ അത്രയും ഒരു സീരിയസ്നെസ്സോടുകൂടി ഇവിടുത്തെ പല മറ്റു വിഷയങ്ങളിൽ ഇടപെട്ടിരുന്നെങ്കിൽ ഇതിലും ബെറ്റർ ആയിരുന്നതിനെ ഒക്കെ പറഞ്ഞിരുന്നു. അങ്ങനത്തെ ഒരുപാട് പോസ്റ്റുകൾ ഞാൻ കണ്ടിരുന്നു. ആ പോസ്റ്റുകൾ ഇട്ടിരുന്ന അതേ വ്യക്തികൾ തന്നെയാണ് താങ്കളുടെ കമൻറ്റുകൾ അല്ലെങ്കിൽ അതിൻ്റെ വാർത്ത എടുത്ത് ഏറ്റവും കൂടുതൽ ആവേശത്തോടുകൂടി ഷെയർ ചെയ്തിരുന്നു. അപ്പം അതിനോട് കണക്ട് ചെയ്യപ്പെടുന്ന തരത്തിലുള്ള ഒരു കമൻറ്റ് എന്ന രീതിയിലായിപ്പോയില്ലേ ഇത് എന്ന് തോന്നുന്നുണ്ടോ? അത് ഓരോരുത്തർ എടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലിരിക്കും. നമ്മൾ എവിടെ നിന്ന് ഏത് സൈഡിൽ നിന്ന് ക്യാമറ വയ്ക്കുന്നു എന്നാണ് അതിൻ്റെ ഒരു ഉത്തരം. സത്യത്തിൽ BJP നേതൃത്വത്തിന് ഒട്ടും തെറ്റിയിട്ടില്ല, കേരളത്തിലെ BJP നേതൃത്വത്തിന്. കാരണം ഈ വിഷയങ്ങളൊക്കെ ഇടപെടണ്ടേ? ഇതൊക്കെ സാധാരണ മനുഷ്യരുടെ പ്രശ്നങ്ങളല്ലേ? മനുഷ്യരെല്ലായിടത്തും ഒരുപോലെയല്ലേ? ഇവരുടെ എല്ലാ പ്രശ്നത്തിലും നമ്മൾ ഇടപെടും. ഇനിയും അരമനയിൽ പോകണം. ഞാൻ അതിൻ്റെ അകത്ത് പറഞ്ഞല്ലോ, ഇനിയും വിശ്വാസികളെ കാണണം, കേക്ക് കൊടുക്കണം, അരമനയിൽ പോകണം. ഞാനും പോകും. ഈ നാട്ടിലെ ജനങ്ങൾ ഒരു വിഭാഗത്തെ മാറ്റി നിർത്തി ഇനി ഞങ്ങൾ അങ്ങോട്ട് പോകത്തില്ല, പിണങ്ങി നിൽക്കാൻ ഇതെന്താ നമ്മുടെ പേഴ്സണൽ പ്രശ്നമൊന്നുമല്ലല്ലോ പിണക്കം കാണിക്കാൻ. പിണക്കത്തിൻ്റെ വിഷയമൊന്നുമില്ല. എല്ലാവരുമായിട്ട് ഡയലോഗ് വേണം, എല്ലാവരുമായിട്ട് ചർച്ച വേണം. അതുകൊണ്ട് തന്നെ അരമനകളിൽ പോയതിലും തെറ്റില്ല, കന്യാസ്ത്രീകളെ സഹായിച്ചതിലും തെറ്റില്ല. ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞത് BJP നേതൃത്വത്തോടല്ല, ഞാൻ പറഞ്ഞത് ഇതിനപ്പുറം നിന്ന് രാഷ്ട്രീയം കളിക്കുന്ന ആളുകളോട് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അവരോട് പറഞ്ഞതുപോലും ഞാൻ ഭീഷണിയല്ല, ഒരു അപേക്ഷയാണ്. അതായത് നിരന്തരമായ സമ്പർക്കമാണ് ഒരാളുടെ ഒരു വ്യക്തി രൂപീകരണത്തിലാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും മാറ്റമുണ്ടാക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള ലൈനിൽ തന്നെ തുടർന്ന് പോകണം എന്ന് തന്നെയാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ FCRI ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ചർച്ച നടന്നു. ഒരു വിഭാഗം ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ ഒരു വിഭാഗത്തിന് മാത്രം അല്ലെങ്കിൽ ഒരു കൂട്ടം ഈ ഇത്തരത്തിലുള്ള ഈ FCRI ഫണ്ടൊക്കെ സ്വീകരിക്കുന്നവർക്ക് മാത്രം ഇതിനകത്ത് പ്രതിഷേധമുണ്ടാകാനും മോദിക്കെതിരെ പോസ്റ്റ് ഇടാനും കേന്ദ്ര സർക്കാരിനെ അങ്ങ് താഴെ ഇറക്കുമെന്ന് പറയാനൊക്കെ തോന്നുന്ന ആ ഒരു മനോവികാരം എന്തായിരിക്കും? അല്ല, അതിന് പല സമയത്ത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് FCRIയുമായി ഒരു പരാമർശം വരികയും വാർത്ത വരികയും ഒക്കെ ചെയ്തപ്പോൾ പാർട്ടിയുടെ എല്ലാവരും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, ഞാൻ മനസ്സിലാക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു എന്ന് തന്നെയാണ്. നമുക്ക് ചർച്ച ചെയ്യാമെന്നൊക്കെ പറഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിൽ നിന്നില്ല. അതിന് പിറ്റേ ദിവസവും പത്രസമ്മേളനവും വാർത്തയാണ് BJPക്കെതിരെ. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു UDFൻ്റെ ഘടകകക്ഷിയെ പോലെ പെരുമാറി എന്നുള്ളത്. ഞങ്ങൾ തിരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നത് ഞങ്ങൾ ജയിക്കാൻ വേണ്ടിയാണ്. ഞങ്ങളെ മനഃപൂർവ്വം പരാജയപ്പെടുത്താൻ വേണ്ടി ഈ മേഖലയിലല്ലാത്ത ആളുകൾ, ഈ മേഖലയുമായി ബന്ധപ്പെടാത്ത അല്ലെങ്കിൽ ഇതിൽ താല്പര്യം പ്രത്യേകിച്ച് കാണിക്കുന്ന പൊതുജനവും സഭയും ഒക്കെ ചിന്തിക്കുന്നൊരു മേഖലയാണത്. ആ മേഖലയിലുള്ള ആളുകൾ, ചില പാസ്റ്റർ കൗൺസിൽ മെമ്പർമാരുണ്ട്, കോൺഗ്രസിൻ്റെ ആളുകൾ, കേരള കോൺഗ്രസിൻ്റെ ആളുകൾ, ഇവരുടെയൊക്കെ സമ്മർദ്ദമാണെന്നേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ.
പക്ഷേ അത് ശരിയല്ല എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. എന്തുകൊണ്ടാണ് ആശങ്കപ്പെടേണ്ടാത്തത്? ഈ FCRA ബില്ല് വന്ന് ഇപ്പം അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ആശങ്കപ്പെടേണ്ടാത്തത് എന്ത് കൊണ്ടാണ്? എല്ലാ FCRA എല്ലാവർക്കും ഉള്ളതല്ലേ? അതായത് ഇവിടുത്തെ ക്രിസ്ത്യൻ സംഘടനയ്ക്ക് മാത്രമാണ് FCRA ഉള്ളത് അല്ലല്ലോ. എല്ലാ ഓർഗനൈസേഷനും അത് ബാധിക്കും. കേന്ദ്ര സർക്കാർ അങ്ങനത്തെ ഒരു നിയമം കൊണ്ടുവരണമെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം തന്നെ പിന്നെ ക്രൈസ്തവ സഭയിൽപ്പെട്ട ആരോ പറയുന്നുണ്ട് ഞങ്ങൾക്ക് വളരെ കുറച്ച് FCRA ഉള്ളെന്ന്. ബാക്കി എല്ലാം ഹിന്ദു ജനവിഭാഗമുണ്ട്, പിന്നെ ക്രിസ്ത്യൻ ജനവിഭാഗമുണ്ട്, ജൈന ഉണ്ടായിരിക്കും, സിഖ് ഉണ്ടായിരിക്കും. പക്ഷേ വളരെ കുറച്ച് മാത്രം ഉണ്ട് എന്ന് പറയുകയും എന്തിനാണ് ഇത്ര ആകുലപ്പെടുകയും ചെയ്യുന്നത്? ആകെ ചോദിക്കുന്നത് കൃത്യമായ കണക്ക് മാത്രമേ ചോദിക്കുന്നുള്ളൂ. പണം വക മാറ്റി ചെലവഴിക്കരുത്. ഇതെന്തുകൊണ്ടാണ് ഈ നിയമം വരുന്നത്? ഇത് വക മാറ്റി ചെലവഴിച്ചത് കൊണ്ടും ഇത് കണക്ക് തെറ്റായതുകൊണ്ടാണ് ഈ നിയമം കർശനമാക്കുന്നത്. അല്ലെങ്കിൽ ഒരു നിയമം വെറുതെ ഒന്ന് കർശനമാവില്ലല്ലോ. അങ്ങനെ കർശനമാക്കുന്നതിൻ്റെ കാരണം ക്രൈസ്തവ സഭ തന്നെയാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അല്ലെങ്കിൽ ഏതെങ്കിലും FCRA ആയിരിക്കാം. ഇന്ത്യയിൽ എവിടെയെങ്കിലും വിധ്വംസ പ്രവർത്തനമോ അല്ലെങ്കിൽ രാജ്യത്തിനെതിരായ പ്രവർത്തനമോ ചെയ്തു എന്ന് തോന്നിക്കുന്ന രീതിയിലും അല്ലെങ്കിൽ അതിൻ്റെ തെളിവും കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ ഉണ്ടായിട്ടായിരിക്കാം ഒരു നിയമം കർക്കശമാക്കുന്നത്. അതെല്ലാവർക്കും ബാധകമല്ലേ? ഈ ഇന്ത്യയിലെ FCRA വാങ്ങുന്ന എല്ലാ സമൂഹത്തിനും ബാധക. പ്രത്യേകിച്ച് ഇതിനെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഒരു വിഭാഗം മാത്രമായിട്ട്. അത് മാത്രമല്ല, ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ അത് നമുക്ക് സമചിത്തതയോടുകൂടി നമുക്ക് ചർച്ച ചെയ്തല്ലേ പരിഹരിക്കേണ്ട. അങ്ങനെ ഒരു വിഷയമുണ്ട്. നമുക്ക് അത് കുറച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്, ഞങ്ങളിലേക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇതല്ലേ പറയണ്ടേ? ഇതല്ലല്ലോ. പത്രസമ്മേളനം നടത്തല്ലേ അത് തെരഞ്ഞെടുപ്പിന് മുമ്പ്? അതല്ലേ പ്രശ്നം. മണിപ്പൂർ വിഷയം വന്നു. 92 മണിപ്പൂരിൽ കലാപം നടക്കുമ്പോൾ 400 പേര് മരിച്ചു. 16 മാസം കലാപം നിന്നു. ചർച്ച പോലും കോൺഗ്രസ് സർക്കാർ എടുത്തില്ല. അവിടുത്തെ മണിപ്പൂരിൽ അന്നത്തെ കോൺഗ്രസിൻ്റെ MP ഒക്കെ വന്ന് സംസാരിച്ചപ്പോൾ ചേംബറിലേക്ക് പോകാൻ നമുക്ക് അവിടെ സംസാരിക്കാമെന്ന് പറഞ്ഞു. അതോടുകൂടി ആ വിഷയം കഴിഞ്ഞു. ഇവിടെ പാർലമെൻറ്റ് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസ് സമ്മതിച്ചില്ല. ചർച്ച ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങിപ്പോയി. ഉത്തരം മുഴുവനും കേൾക്കാൻ തയ്യാറാവണം. പക്ഷേ കേരളത്തിൽ എന്തായിരുന്നു സ്ഥിതി? മണിപ്പൂരിൽ RSS ശാഖ ഉണ്ടാക്കി RSSകാരാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കി, അല്ലെങ്കിൽ BJPക്കാരാണോ? അല്ലല്ലോ. കാലങ്ങളായിട്ട് അവിടെ ഉണ്ടാകുന്ന വംശീയ കലാപമാണ്. ഇംഫാലിലെ ബിഷപ്പ് പറഞ്ഞല്ലോ ഇത് വംശീയ കലാപമാണ്. എന്നാലും ഇവിടെ ഉള്ളവർക്ക് അംഗീകരിക്കാൻ തയ്യാറില്ല. അതിലൊരു രാഷ്ട്രീയമുണ്ട്. അത് BJP പരാജയപ്പെടുത്തുന്നതിനുള്ള രാഷ്ട്രീയമാണ്. എന്തിനേറെ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ അമ്മയിൽ പോലും BJPയുമായി ബന്ധമുണ്ട്, BJPക്കാരിയാണ് ശ്വേതയ്ക്കെതിരെയുള്ള ആരോപണം. എന്താ ഒരാൾക്ക് BJPക്കാരിയാവാൻ പാടില്ലേ? ഈ ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അനുഭാവം പ്രകടിപ്പിക്കാൻ ഒരാൾക്ക് സാധിക്കില്ലേ? ചിലപ്പോൾ നിങ്ങൾക്ക് പറയാം ഒരു സർക്കാർ ഉദ്യോഗസ്ഥയാണ്, അല്ലെങ്കിൽ സർക്കാർ ഗസറ്റഡ് ഓഫീസറാണ്, അതുപോലെ സർക്കാർ ജോലിയിലുള്ള ഒരാളാണെങ്കിൽ രാഷ്ട്രീയം പറ്റില്ല എന്ന് പറയും. അമ്മ സർക്കാർ ശമ്പളമൊന്നും കൊടുക്കുന്ന ആളല്ലല്ലോ അമ്മയുടെ പ്രസിഡന്റ്. പെൻഷനൊന്നും കിട്ടുന്നില്ലല്ലോ. പിന്നെ അമ്മയുടെ പ്രസിഡന്റിന് എന്താ BJP അനുഭാവി ആയിക്കൂടെ? അതിനെന്തിനാ ബാക്കി എല്ലാവരും കൂടെ പ്രശ്നം ഉണ്ടാക്കുന്നത്? ബാക്കി എല്ലാവരും പ്രശ്നം ഉണ്ടാക്കുന്നവർ മുഴുവൻ കോൺഗ്രസ് അല്ലെങ്കിൽ CPM. അതാണ് ഏറ്റവും ബഹുരസം. ഇന്ത്യ മുന്നണിയുടെ രൂപങ്ങൾ കേരളത്തിൽ അങ്ങിങ്ങായി പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് തിരുവനന്തപുരത്താണെങ്കിലും ചെറിയ സംഘടനകളാണെങ്കിലും എല്ലായിടത്തും ഈ ഇന്ത്യ മുന്നണി കേരളത്തിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. അതാണ് G. സുധാകരൻ പറഞ്ഞത് ഇവിടെ ഇന്ത്യ മുന്നണി വരും എന്ന് പറഞ്ഞത്, BJP അധികാരത്തിലെത്തും എന്ന് പറഞ്ഞത്. പക്ഷേ എന്തായാലും ഈ ക്രിസംഗി എന്നുള്ള വിളിപ്പേരിനെ ക്രിസ്ത്യൻ സമൂഹം കുറച്ചൊക്കെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയെന്നും തോന്നുന്നു അല്ലേ? അല്ല, അങ്ങനെ ഈ സഭ മുഴുവനും നമുക്കെതിരൊന്നുമല്ല. എനിക്ക് അങ്ങനെ ഒരു വിശ്വാസമൊന്നും. അല്ല, അങ്ങനെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇപ്പം എന്താ പറയുക, തിരുവല്ലയിലാണെങ്കിലും ശരി, പാലയിലാണെങ്കിലും ശരി, രണ്ടുപേർക്കും വലിയ തരത്തിൽ വോട്ട് ഇതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഇപ്പൊ സഭ അതിനെ പൂർണ്ണമായി എതിർത്തു എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഞാൻ ചില ആളുകളെ ഞാൻ പറഞ്ഞുള്ളൂ, അവരെ മാത്രം തിരിച്ചറിഞ്ഞാൽ മതി. അല്ലെങ്കിൽ അവരിത് നിർത്തണം. മോശമാണ്.
ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയല്ലേ? ഞങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപദ്രവം ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ എല്ലാവരെ പോലെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി. പണ്ട് പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഇതുപോലെ തന്നെ എതിർത്തിരുന്നു. ഞങ്ങളൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ്. ഞങ്ങൾ അതിൻ്റെ ഭീഷണിയൊന്നും നിങ്ങളെ പെടുത്തുന്നില്ലല്ലോ. ഒരു ഭീഷണിയില്ല. ഞങ്ങളിവിടെ എങ്ങാനും തെരഞ്ഞെടുപ്പിൽ വരും, മത്സരിക്കും, 10 വോട്ട് ചോദിക്കും, കിട്ടുന്ന വോട്ട് ചെറുതായി വോട്ട് വർദ്ധിപ്പിച്ച് ഞങ്ങൾ വീണ്ടും തെരഞ്ഞെടുപ്പ് ഗോതയിൽ വന്ന് വീണ്ടും രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോവുക. എന്തിനാണ് ഞങ്ങളോട് നിങ്ങൾ ഈ വേഷം ഇട്ടിട്ട് രാഷ്ട്രീയം കളിക്കുന്നത്? ഇത് മാത്രമാണ് ചോദ്യമുള്ളൂ. വേറെ ഒരു ചോദ്യവും ഞങ്ങൾക്കില്ല, ഒരു എതിർപ്പുമില്ല. നാളെയും ഞങ്ങൾ വരും. ഞാൻ പോകും, അരമനയിലും പോകും, പള്ളിയിലും പോകും. ഈ ഒരു കമൻറ്റിനോടുള്ള റിയാക്ഷൻ എങ്ങനെയാണ്? ഈ സഭേൻ്റെ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒട്ടേറെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ കണ്ടിരുന്നു. വ്യക്തിപരമായിട്ട് എന്താണ് വിളിച്ച് സംസാരിച്ചിരുന്നോ സഭാ നേതൃത്വത്തിലുള്ള ആരെങ്കിലുമൊക്കെ? അങ്ങനെയൊന്നും സഭ നേതൃത്വത്തിലുള്ള ആളുകൾ സംസാരിക്കൊന്നുമില്ല. ചില അച്ഛന്മാരൊക്കെ എനിക്ക് കമൻ്റൊക്കെ ഇട്ടിട്ടുണ്ട്, പേഴ്സണലി എനിക്ക് കമൻ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അതിനൊക്കെ ഞങ്ങൾ സൗഹാർദ്ദപരമായി തന്നെ അതിനെ സംസാരിക്കും. അതിന് ഒരു പരിധിവരെ അവർ അക്സെപ്റ്റ് ചെയ്യും. പബ്ലിക്കായി അങ്ങനെ ഒരു രാഷ്ട്രീയം പറയുന്നതിനോട് പലർക്കും അനുകൂലമല്ല. അത് നമ്മൾ ഞാൻ ഉദ്ദേശിക്കുന്നത് 100% അല്ല, ചിലപ്പോൾ ഒരു 5% അത് കാണത്തുള്ളൂ. പക്ഷേ ബാക്കിയുള്ളവരൊന്നും ഇതിലൊന്നും ഇടപെടാതെ ആത്മീയ കാര്യങ്ങളിലൊക്കെ തന്നെയായിട്ട് പോകുന്നതാണ്. അതുകൊണ്ട് സഭയുമായിട്ടൊരു വിയോജിപ്പും ഞങ്ങൾക്കില്ല. ഇതിനു മുമ്പ് സഭയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ സഭ പറഞ്ഞിട്ടോ ക്രൈസ്തവ സമൂഹത്തിനോ BJP കേരള നേതൃത്വം ചെയ്തു കൊടുത്തത് ഒരു കാര്യവും തെറ്റല്ല. നാളെയാണെങ്കിലും ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എല്ലായിടത്തും മനുഷ്യരുടെ പ്രശ്നങ്ങളാണ്. ഈ കഴിഞ്ഞ ദിവസം ഈ POCയിൽ നടന്നൊരു പരിപാടിയിനകത്ത് കത്തോലിക്ക MLA-മാരും മന്ത്രിമാരും ഒക്കെ പങ്കെടുത്ത ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിനകത്ത് പി ജോസഫിൻ്റെ മകൻ പറഞ്ഞൊരു വാക്കുണ്ട്: ഏറ്റവും കൂടുതൽ സഭയ്ക്ക് മന്ത്രിമാരെ കിട്ടിയത്, ഏറ്റവും കൂടുതൽ MLA-മാരെ കിട്ടിയത് ഈ VD സതീശൻ സർക്കാരിൻ്റെ കാലത്താണ്. ഇങ്ങനെയാണ് നോക്കിക്കാണുന്നത്. അല്ല, അത് അദ്ദേഹത്തിൻ്റെ മാത്രം ഒരു അഭിപ്രായമാണ്, അതൊരു സഭയുടെ അഭിപ്രായമല്ലല്ലോ. പിന്നെ രാഷ്ട്രീയത്തിലേക്ക് ഈ പ്രാവശ്യമാണ് അദ്ദേഹം വന്നത്, തൊടുപുഴയിൽ നിന്ന് ജയിച്ചു വന്നത്. ഭാവിയിൽ ഈ രാഷ്ട്രീയം തന്നെ പയറ്റാം എന്നുദ്ദേശിച്ച് പറഞ്ഞതാണ്. അതല്ലാതെ അതിൻ്റെ അകത്ത് വേറൊരു മാനം കാണണ്ട. അതൊരു സഭയുടെ അഭിപ്രായമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ വേർതിരിച്ച് കാണും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. വലിയ ഹർഷാരവത്തോടു കൂടി സ്വീകരിച്ചതിന് അല്ല, അതൊക്കെ സ്വാഭാവികമല്ലേ. ചില യോഗങ്ങളിൽ ഹർഷാരവം അല്ലല്ലോ അതിൻ്റെ ഒരു തീരുമാനം. അങ്ങനെ ഒരു അഭിപ്രായം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരാ. പിന്നെ ഇനി ഭാവിയിൽ അവരും മറ്റേ ജോസ് കെ മാണിയുടെ പാർട്ടിയൊക്കെ ആയിട്ട് തമ്മിലുള്ള വലിയ തർക്കവും, ഞങ്ങളാണോ മൂത്തത്, നിങ്ങളാണോ മൂത്തത്, ഞങ്ങളാണ് യഥാർത്ഥ കേരള കോൺഗ്രസ് ക്രിസ്ത്യാനികളുടെ പാർട്ടി എന്നൊക്കെ അവകാശപ്പെടാൻ വേണ്ടിയിട്ട് ചെയ്തൊരു പരിപാടിയാണ്. അതിൽ എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. അതിൽ അധികം സഭയുടെ അഭിപ്രായമായിട്ട് കാണണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം.